നമസ്കാരം. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യം തന്നെയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്കയെ തൊടാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനെതിരെ നടക്കുന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിനിടെ ഇറാൻ്റെ മിസൈലുകളേറ്റ് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത് അമേരിക്കയെ അമ്പരപ്പിച്ചിരുന്നു. ഇറാൻ ഇത്രയും വലിയ മിസൈൽ സംവിധാനമുണ്ട് എന്നുള്ള കാര്യം അമേരിക്കയും ഇസ്രായേലിനും വളരെ പിന്നീടാണ് മനസ്സിലായത്. ഈ തകർന്നു വീണ വിമാനത്തിൽ ഒരു ജീവനക്കാരെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ ദൗത്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ പേരിൽ 2 വിമാനങ്ങൾ ശത്രുക്കൾ അടുത്തെത്തിയെന്ന് അറിഞ്ഞപ്പോൾ രക്ഷാദൗത്യ സംഘത്തിന് കത്തിക്കേണ്ടി വന്ന് ബോംബിട്ട് തകർക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് മറ്റൊരു അമ്പരപ്പിക്കുന്ന വാർത്തയാണ്. അമേരിക്കയുടെ ഏറ്റവും വിലപിടിപ്പുള്ള അവരുടെ നിരീക്ഷണ വിമാനമെന്നോ അല്ലെങ്കിൽ ചാരവിമാനം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ ഡ്രോൺ. ഇത് വലിയൊരു ഡ്രോണാണ്, ഒരു ചെറു വിമാനം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. MQ-4C ട്രൈറ്റൻ എന്നാണ് ഇതിൻ്റെ പേര്. ഈ വിമാനം അമേരിക്കയുടെ ഒരു അഭിമാനമാണ്. ഇതിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 1600 കോടി രൂപയാണ് ഒരു വിമാനത്തിൻ്റെ വില. ഇത്തരത്തിലുള്ള ഒരു വിമാനം ഇപ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് ഇറാൻ വെടിവെച്ചിട്ടതാണോ അതോ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലം ഈ വിമാനം തകർന്നു വീണതാണോ എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. ഏതാണ്ട് 50,000 അടി ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ളതാണ് ഈ ചെറുവിമാനം. കൂടാതെ 24 മണിക്കൂർ തുടർച്ചയായി ഇതിന് പറക്കാൻ കഴിയും. ഭൂമിയിലെ താഴെ ഉള്ള അതിസൂക്ഷ്മമായ കാര്യങ്ങളുടെ പോലും ചിത്രമെടുക്കാനും അവിടെ നടക്കുന്ന നീക്കങ്ങൾ നിരീക്ഷിക്കാനും അവ ചിത്രീകരിക്കാനുമൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒന്നായിരുന്നു ഈ ട്രൈറ്റൻ. അമേരിക്ക എല്ലാ കാലത്തും അവരുടെ ചാരപ്രവർത്തനത്തിന് ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇറാനിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ അവർക്ക് സംശയമുള്ള എല്ലാ കേന്ദ്രങ്ങൾക്കും മുകളിൽ ഇത് പറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വിമാനം അപ്രത്യക്ഷമായത് ഹോർമൂസ് കടലിടുക്കിന് സമീപത്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഇറാൻ വെടിവെച്ചിട്ടതാണോ എന്ന സംശയം ബലപ്പെടുത്താനുള്ള കാരണം. ഈ വിമാനം റിമോട്ട് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ വിമാനത്തിന് പൈലറ്റില്ല. പക്ഷേ ഇത് എന്തോ പ്രശ്നമുണ്ടാകാൻ പോകുന്നു എന്നൊരു സിഗ്നൽ ലഭിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. 50,000 അടി ഉയരത്തിൽ പറക്കുകയായിരുന്ന ഈ ട്രൈറ്റൻ വളരെ പെട്ടെന്നാണ് 9,000 അടി താഴ്ചയിലേക്ക്, അതായത് 16 അടിയിലെ അടുത്തേക്ക് പെട്ടെന്ന് താഴേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ വിമാനം താഴേക്ക് പെട്ടെന്ന് അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ ഇത് വെടിവെച്ചിട്ട് തന്നെയാണോ അതോ ഇതിലെന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാണെങ്കിലും അവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണിത്. ഏതാണ്ട് 20ഓളം ട്രൈറ്റൻ എണ്ണത്തിൽപ്പെട്ട ഈ ചെറു വിമാനങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകളാണ് അമേരിക്കയുടെ കൈവശമുള്ളത്. ഇവ വളരെ ഉയരത്തിൽ പറക്കുന്നത് കാരണം റഡാറുകൾക്കൊന്നും തന്നെ ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് പല ഇതിൻ്റെ ചിത്രങ്ങളെടുക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് അമേരിക്കൻ സൈന്യത്തെ വിവരമറിയിക്കാനും ഒക്കെയുള്ള കഴിവുള്ള ഒരു വിമാനമായിരുന്നു ഇത്. അങ്ങനെയുള്ള ഒരു ട്രൈറ്റൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനിയും ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയെ അമ്പരപ്പിക്കുന്നത്. ഇത് കടലിലോ മറ്റോ പതിക്കുകയായിരുന്നോ അതോ ഇത് മറ്റെന്തെങ്കിലും മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി മരുഭൂമിയോടെങ്കിലും വീണിരിക്കുമോ എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അടി തന്നെയാണ് അവർക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇത് 3 മണിക്കൂർ അതിൻ്റെ നിരീക്ഷണ പറക്കൽ നടത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇത് ഇറ്റലിയിലുള്ള അമേരിക്കയുടെ ഒരു സൈനിക താവളത്തിലേക്ക് മടങ്ങാൻ ഇരിക്കുകയായിരുന്നു. മടങ്ങുന്ന വേളയിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇപ്പോഴും സംശയം ഇക്കാര്യത്തിൽ ഇറാനെ തന്നെയാണ്. ഇറാനുമായി ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ചർച്ച നടക്കുകയാണ് പാകിസ്ഥാനിൽ സമാധാനം കൈവരുന്നതിന് വേണ്ടി. പക്ഷേ അതിനിടയിൽ ഇറാൻ ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്യുമോ എന്ന് സ്വാഭാവികമായി സംശയിക്കുന്ന പലരുമുണ്ട്. എങ്കിൽ പോലും പലരും അങ്ങനെ സംശയിക്കുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും തകർന്നു വീഴാൻ സാധ്യതയുള്ള ഒരു വിമാനമല്ല ഇതെന്നാണ് അധികൃതർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. ഏതായാലും അമേരിക്കൻ സർക്കാരാകട്ടെ പ്രതിരോധ സേനയാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും യാതൊരു തരത്തിലുമുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ഫെബ്രുവരി 22-ാം തീയതി, അതായത് ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് ഒരു 6 ദിവസം മുമ്പ് അബുദാബിയിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ ഇത്തരത്തിൽ ഒരു ട്രൈറ്റൻ ചെറുവിമാനം മടങ്ങിയെത്തുകയാണെന്ന് സിഗ്നൽ അയച്ചതിന് ശേഷം ഈ വിമാനവും അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിലിതൊന്നും തന്നെ അമേരിക്ക ഇനിയും ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കാരണം അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളുള്ളതും അതേസമയം വിലപിടിപ്പുള്ളതുമായ വിമാനങ്ങളിലൊന്നാണ് ഈ ട്രൈറ്റൻ. ഇതിൻ്റെ നഷ്ടം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കനത്ത തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2018 മുതലാണ് ഈ ഡ്രോണുകൾ, ഈ ട്രൈറ്റൻ ഇനത്തിൽപ്പെട്ട ഡ്രോണുകൾ അല്ലെങ്കിൽ ചെറുവിമാനങ്ങൾ അമേരിക്കൻ നാവികസേനയുടെ ഒരു ഭാഗമായി മാറിയത്. അമേരിക്കൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കപ്പലുകളിൽ നിന്നൊക്കെ തന്നെ
വളരെ വിദൂരമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അവർക്ക് ലഭിക്കണമെങ്കിൽ അവരെപ്പോഴും ആശ്രയിച്ചിരുന്നത് ഈ ട്രൈറ്റൻ ഇനത്തിൽപ്പെട്ട ഈ വലിയ ഡ്രോണുകളെ തന്നെയായിരുന്നു. ഈ ഡ്രോണുകൾ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് മുകളിലുമൊക്കെ ഈ ഡ്രോണുകൾ എത്തിയിരിക്കാം. പക്ഷേ 50,000 അടി ഉയരത്തിൽ പറക്കുന്ന ഈ ഡ്രോണുകളെ ആർക്കും തന്നെ പിടികൂടാൻ കഴിയുകയില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരൊറ്റയടിക്ക് തന്നെ 27 മണിക്കൂറോളം സമയത്തിന് പറക്കാൻ കഴിയുമെന്ന് പറയുന്നതും ഒരു ചെറിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ അനിവാര്യമായി സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്ക അവരുടെ സാങ്കേതിക മികവിലും പ്രതിരോധ ശക്തിയിലുമൊക്കെ ഏറെ അഭിമാനിക്കുമ്പോഴും അല്ലെങ്കിൽ അഹങ്കരിക്കുമ്പോഴും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ അവർക്ക് പറ്റാറുണ്ട്. ഇറാൻ അവരുടെ നേരത്തെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതുപോലും അതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് കണക്കാക്കാം. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ അമേരിക്ക ഞെട്ടിച്ച ഈ ട്രൈറ്റൻ്റെ അപ്രത്യക്ഷമാകലും അവരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്.